ഇന്നുണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സൂചി പോഹ ബൈറ്റ്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ 2 കപ്പ് പോഹയാണ് എടുത്തിരിക്കുന്നത്. അതായത് അവലുണ്ടല്ലോ, ഞാനിവിടെ കട്ടി അവല എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിയിട്ട് അങ്ങനെ എടുത്തേക്കണം കേട്ടോ. ഞാൻ കുതിരാനൊന്നും വെച്ചിട്ടില്ല. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് റവ, അതുപോലെ 1 കപ്പോളം തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് കുഴയ്ക്കാം. ഇനി ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പും പെപ്പർ പൗഡറും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ച് മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ആക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴഞ്ഞ് റെഡിയായി കിട്ടുന്നതായിരിക്കും. പോഹയൊക്കെ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്താണല്ലോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പരത്തി ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. കാരണം കുറച്ചധികം മാവുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ പരത്തി ഇങ്ങനെ വെക്കുമ്പോൾ മുകളിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും വെന്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് വെച്ച് 2 തവണയാക്കിയിട്ട് അത് വേവിച്ചെടുക്കുക ചെയ്തത്. ഇത് നമ്മൾ ഉരുട്ടി ഇങ്ങനെ പരത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാവൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ട്രിപ്പും കൂടി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് ചൂടാറാനായിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ളതാണ് കേട്ടോ. അത് പറഞ്ഞാൽ കൈ കെട്ടിയതും കാലും തടഞ്ഞതൊക്കെ ഇടണമെന്നല്ല, ടേസ്റ്റിന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. നമ്മളുടെ ഈ ഒരു റെസിപ്പി എത്രയും എന്താ പറയുക നല്ല ടേസ്റ്റി ആക്കാൻ പറ്റുമോ അതിനുള്ള ചേരുവകളൊക്കെ നമ്മളുടെ ഐഡിയയിൽ നിന്ന് എടുത്ത് നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി ഉണ്ടല്ലോ അത്, പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ എള്ള്, വെളുത്ത എള്ളും കറുത്ത എള്ളും അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി സവാള നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കിയത് പെരിഞ്ജീരകവും ഉണക്കമുളകും കൂടി ഒന്ന് ഞാൻ ഈ ചെറിയ ഉരലിട്ടിങ്ങ് ചതച്ചെടുത്താണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ബൈറ്റ് സൈസിലുള്ള നമ്മുടെ സൂചി പോഹ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഉപ്പ് ചേർക്കാം. നമ്മൾ ഇത് കുഴയ്ക്കണ സമയത്ത് മാത്രമല്ല ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു നമ്മൾ വൈകിട്ടൊക്കെ നമുക്ക് പ്രത്യേകിച്ചും കട്ടൻ ചായയുടെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 4 മണി നേരത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വിശപ്പുണ്ടല്ലോ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ചെറിയൊരു വിശപ്പൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരവിടെ ഇരുന്ന് ഇങ്ങനെ അത് ഇങ്ങനെ സ്പൂണിലെടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇതിന് നല്ലൊരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ ഉണ്ടാക്കിയില്ല. ഇത് ഓൾറെഡി നല്ല മസാലയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ പോഹയും സൂചിയൊക്കെ നമ്മൾ നന്നായി കുതിർത്ത് വെച്ച കാരണം വളരെയധികം സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെ ഇരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ. ഹാർഡായിരുന്നോ സോഫ്റ്റ് ആയിരുന്നോ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.